ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ SSC CGL എക്സാമിന് ഒരുങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻ SSCയുടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, SSC എന്ന് CGL എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് മുന്നോടിയായിട്ട് കുറേ എക്സാംസ് വിളിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ SSC എക്സാം, കാരണം നമുക്ക് കേരള PSC പോലല്ല SSC വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ലിസ്റ്റിൽ ഇടം നേടിയ ജോലി കിട്ടുകയും ചെയ്യും. പക്ഷെ പ്രയത്നിക്കുന്നത് അല്പം സീരിയസ് ആയിട്ട് പ്രയത്നിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നുള്ളത്. SSC CGL എന്ന് പറയുന്നത് എല്ലാ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് SSC കാണുന്നത്, SSCക്ക് പഠിക്കുന്നതെങ്കിൽ എന്താണ് SSCക്ക് പഠിക്കേണ്ട മെറ്റീരിയൽ, അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, SSC എക്സാമിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മാത്സും റീസണിങ്ങുമാണ്. കാരണം ഇതിനെ എങ്ങനെ നമ്മൾ വളരെ മനോഹരമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നോ, നമ്മൾ ഒരു 10 പുസ്തകം മേടിച്ച് പഠിക്കുന്നതിലല്ല കാര്യം എന്ന് പറയുന്നത്. ഒരു പുസ്തകമേ ഉള്ളൂ എങ്കിൽ അത് എത്രമാത്രം റിവിഷൻ ചെയ്യുന്നതാണോ, അത്രമാത്രം അക്യുറസി വരുത്തുന്നതാണോ, ഇതാണ് SSCയുടെ ഒരു വിജയതന്ത്രം എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നോക്കിക്കോളൂ, സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിൽ ബൈബിളായിട്ട് കരുതേണ്ടതാണ്. കാരണം PSCക്കൊക്കെ പിന്നീടും ഒരു പാറ്റേൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ SSC എക്സാമിന് എപ്പോഴും എന്താണ്, PYQന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തായാലും ബേസിക്കലി നിങ്ങൾക്ക് കരുതേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു PYQ ബുക്ക് വേണം. ഇനി നിങ്ങൾക്ക് നോക്കുക, ഞാനിപ്പോൾ എല്ലാ സിലബസും പറയുന്നുണ്ട്, സിലബസിനകത്തുള്ള ബുക്കുകൾ പറയുന്നുണ്ട്. ഇതിൽ മാത്സ് ആണ് എങ്കിൽ RS അഗർവാൾ എന്ന് പറയുന്ന ഓതറിൻ്റെ ബുക്ക് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ചന്ദിൻ്റെ ബുക്കുണ്ട്. അപ്പോൾ ഈ ബുക്കുകളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം ഒരു ബേസിക് നമുക്കൊരു അവെയർനെസ് കിട്ടും. പ്രോബ്ലംസ് പല തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. റീസണിങ്ങും സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് അനുസരിച്ച് RS അഗർവാളുണ്ട്. ഇനി ഇവർക്കൊക്കെയുള്ള പ്രീവിയസ്, നിങ്ങൾക്കും ബേസിക് ടോപ്പിക് എനിക്ക് അറിയാം, അതല്ല എനിക്ക് വർക്കൗട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ YCTയുടെ ബുക്കുണ്ട്, പിനാക്കിളിൻ്റെ ബുക്കും ഉണ്ട്. അപ്പോൾ YCT പിനാക്കിൾ ഉണ്ടാവും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്താൽ മതി. ഫിസിക്സ്, ജനറൽ സയൻസിലേക്ക് മാത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ജനറൽ സയൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇതിന് ഞാൻ എപ്പോഴും പറയുന്നത് ബുക്ക് വെച്ച് പഠിക്കുക എന്നുള്ളതല്ല, ഇത് NCERT പഠിക്കണം. മസ്റ്റായിട്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ NCERT മസ്റ്റായിട്ടും കവർ ചെയ്യണം. NCERT കവർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ NCERT. ഇനി അവിടെയും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് YCTയുടെയും പിനാക്കിളിൻ്റെയും ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ അടുത്തത് പറയുന്നത് എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷിന് അരിഹന്തിൻ്റെ ബുക്കുണ്ട്, നീതു സിംഗിൻ്റെ ബുക്കുണ്ട്. അപ്പം ഈ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാണ്, അരിഹന്തിൻ്റെയും ഒക്കെ ബുക്കുകൾ. കാരണം എറർ കറക്ഷൻ എന്ന് പറയുന്നതും ആണ് അവിടെ ഏറ്റവും കൂടുതൽ മാർക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോർഷന്. എറർ കറക്ഷന്, പാസേജ് റീഡിങ് ഒക്കെയാണ്. പക്ഷേ ഈ എറർ കറക്ഷൻ പഠിക്കണമെങ്കിൽ ബേസിക് ഗ്രാമേഴ്സ് അറിയണം, എങ്കിൽ മാത്രമാണ് നമുക്കിവിടെ എറർ കറക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് ഗ്രാമർ തൊട്ട് വേണം നിങ്ങളുടെ ബുക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട്. പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയവയ്ക്ക്, എൻവയോൺമെൻറ്റ്, ഇവയ്ക്ക് വേറെ ഒന്നും നോക്കരുത്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അത് NCERT തന്നെ 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT തന്നെ പഠിക്കുക. കാരണം അത്യാവശ്യം പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്, അതോടൊപ്പം തന്നെ എൻവയോൺമെൻറ്റ് അവിടെ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് NCERT കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്നതായിരിക്കും. ദെൻ എന്താണ് വേണ്ടത്, സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് നമുക്കറിയാം കുറേ GK ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ഏഷ്യയിലെ ഏറ്റവും വലുത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റാറ്റിക് GK ഉണ്ട്. അത് ലൂസൻ്റ് എന്ന് പറഞ്ഞ GK എന്ന് പറഞ്ഞ ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യാറുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ബുക്കുകളാണ്. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ച് നോക്കി ഒരു മാത്സ് ബേസിക് അറിയാത്ത ആൾ ഈ ബുക്ക് തുറന്നു വെച്ച് നോക്കി ആവറേജ് പ്രോബ്ലംസ് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ വൺസ് ഒരു ട്രാക്കിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കൊരു കോച്ചിങ് ഒക്കെ എടുത്ത് നമ്മൾ ടോപ്പിക്കുമായിട്ട് ഫെമിലറൈസ് ആണെങ്കിൽ നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പരിശീലിക്കാൻ പറ്റും. ഇനി NCERT നിങ്ങൾ തനിയെ എടുത്ത്, ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം കുറേ നമ്മൾ തനിയെ എടുക്കും പോകും. ഒരു ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് NCERT ഒക്കെ കവർ ചെയ്യുന്ന രീതി വേണം നിങ്ങൾ നിങ്ങളുടെ പഠനം ക്രമീകരിക്കാൻ. എന്തായാലും ഒരു വൺസ് നിങ്ങൾ SSC പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ
അതിൻ്റെ സിസ്റ്റമാറ്റിക് കോച്ചിങ് അത്യാവശ്യമാണ്. നേരത്തെ നിങ്ങളിപ്പം സിവിൽ സർവീസിനോ ഒക്കെ കോച്ചിങ്ങിന് പോയിട്ടുള്ളവരാണെങ്കിൽ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അതല്ലാതെ PSC പഠിച്ചിട്ട് നമ്മൾ SSCയുടെ കണക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആർക്കും നടക്കാറില്ല. അത് കുറച്ചുകൂടെ ലെവൽ കൂടിയ മാത്സുകൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, ഇനിയും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഹിന്ദു ദിനപത്രം വായിക്കുക എന്നുള്ളതാണ്. വീക്കിലി, അതോടൊപ്പം തന്നെ വീക്കിലി ആയാലും മന്ത്ലി ആയാലും കറണ്ട് അഫയേഴ്സ് മാഗസിൻസ് കിട്ടും, GK മാഗസിൻസ് കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ബേസിക് എന്ന് പറയുന്നത്. ബുക്കിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതാണ്ട് ബുക്കിൻ്റെ കവർ പേജുകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും മേടിക്കുമ്പം നോക്കുക, റീസെൻറ്റ് വർഷങ്ങളിലെ ബുക്കുകൾ മേടിക്കാൻ പറ്റും. വലിയ 26-ൽ പരീക്ഷ എഴുതുമ്പം 25-ലെ ബുക്ക് മേടിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസിലൊക്കെ കിട്ടും. പിന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇനിയും ഒന്ന് ഓർക്കുക, SSCക്ക് നിങ്ങൾ CGLനൊരു ബുക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ MTSനായാലും അടുത്തത് CHSലായാലും തൊട്ട് താഴെ വരുന്ന 2 എക്സാംസിനും സെപ്പറേറ്റ് ബുക്ക് മേടിക്കണമെന്നൊന്നുമില്ല. കാരണം ഇവിടെ തന്നെ ഇവർ അത്യാവശ്യം നല്ല ലെവലിലായിരിക്കും ചോദ്യങ്ങൾ കൊടുത്തിരിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കും. ഇനി നോക്കിക്കോളൂ, പിനാക്കളുടെ ബുക്ക് ഞാൻ പറഞ്ഞല്ലോ, പിനാക്കളുടെയൊക്കെ റീസെൻ്റ് എഡിഷൻസ് ബുക്കുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം അതിൽ MCQs ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. കൂടുതലും ചാപ്റ്റർ വൈസ് പിനാക്കളുടെ എക്സാംസ് ഉണ്ട്. ഇത് തന്നെയാണ് YCTയിലും ഉള്ളത്. ചാപ്റ്റർ വൈസ് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ്സുകൾ നൽകുമ്പോൾ ഈ പറയുന്ന ചാപ്റ്റർ വൈസ് ഇതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ആപ്പിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വർക്കൗട്ടുകൾ, കൂടുതൽ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ, അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ്, നോട്ട്സുകളും ഒക്കെ ആകുമ്പം നിങ്ങൾക്ക് ഇതിനൊരു ഇത് കൂടുതലും ഹിന്ദി ബേസ്ഡ് ബുക്കുകളാണ് ഉള്ളത്. അപ്പം നമുക്കൊരു അതിനകത്തൊരു നമ്മൾ മലയാളികൾ പഠിക്കുന്ന രീതികളിലേക്ക് തന്നെ അതിൻ്റെ ഷോർട്ട് കട്ട്സുകളും ഒക്കെ എത്തിച്ച് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രീതികളിൽ തന്നെയാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞു ഓപ്ഷൻസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നിങ്ങൾ ബേസ് ആണെങ്കിൽ എസ് ചന്ദ് നിങ്ങൾക്കൊരു ഓപ്ഷനാണ്. എസ് ചന്ദിൻ്റെ ബുക്ക് ഇതൊരു ഓപ്ഷനാണ്. ഇത് IBBSും ഒക്കെ എക്സാംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതോടൊപ്പം തന്നെ വെർബൽ നോൺ വെർബൽ റീസണിങ് ഇതിലും എസ് ചന്ദിൻ്റെയും അഗർവാളിൻ്റെയും കൂടെ ബുക്കുണ്ട്, അതും നല്ലതാണ്. അടുത്തത് ജനറൽ നോളജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതാണ് ബുക്കിൻ്റെ കവർ പേജ് എന്ന് പറയുന്നത്. ജനറൽ ഇംഗ്ലീഷിൽ നീതു സിംഗിൻ്റെ ബുക്കുണ്ട്. പിന്നെ അടുത്തത് അരിഹന്ത് പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുണ്ട്, SP ബക്ഷിയുടെ ബുക്കുണ്ട്. ഇത് രണ്ടും ഒരു നല്ല ഓപ്ഷനാണ്. ഇതിൽ കൂടുതലും വർക്കൗട്ടുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നല്ലതായിരിക്കും ഈ ബുക്കുകൾ എന്ന് പറയുന്നത്. NCERTയുടെ വെബ്സൈറ്റ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വെബ്സൈറ്റ്. നിങ്ങൾക്ക് പുസ്തകമില്ല എങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ncert.nic.in ആണ്. /textbook.php എന്ന് പറയുന്ന പേജിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ പറ്റും. ഇവിടെ ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് ബുക്ക് വേണ്ടത്, സബ്ജക്റ്റ് ക്ലാസ് കൊടുക്കുക, സബ്ജക്റ്റ് ലാംഗ്വേജ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാവുന്നതാണ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ SSC CGL മറന്നു പോകേണ്ട, ഇപ്പോഴെല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് SSC CGL. അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ മലയാളത്തിൽ +1 +2ൻ്റെയൊക്കെ SCERT ബുക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് വെക്കാം. SCERTയിൽ എല്ലാ NCERTയിലെ പോർഷനും ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. പിടിച്ച് വായിക്കണം. മലയാളത്തിൽ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് SCERTന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനിയും കേന്ദ്ര സർക്കാർ ഒരു ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെയാണ്. SSC എക്സാമിൻ്റെ SSC CGL CHSL അതോടൊപ്പം തന്നെ MTS അടുത്ത് വരാൻ പോകുന്ന 2026-27 എല്ലാ എക്സാമും നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാനും ഉണ്ടാകും അതിനകത്ത് അധ്യാപികയായിട്ട്. നമുക്ക് ഒരുപാട് എക്സാംസ് SSC എക്സാമിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ആ എക്സാംസ് നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കുക. വൺസ് SSCയുടെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുക കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങുക. പുതിയ ബാച്ച് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങളോടൊപ്പം ഒരു എക്സ്ക്ലൂസീവ് മെൻറ്ററും ഉണ്ടാകും, ഞാനും ഉണ്ടാകും. വീണ്ടും കാണാം. നന്ദി.